ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകൾ ഉണ്ട്. എല്ലാം കിഴിക്കത്തിന്റെ കിഴിയിലേക്ക് പോവാം. യെസ്, എന്താണ് മത്സരത്തിന്റെ അജണ്ട? പറയൂ. ഇന്നും മത്സരമുണ്ട്. പിന്നെ മത്സരമില്ലാതെ നമ്മൾ തോറ്റിട്ട് മടുക്കുന്നൊന്നുമില്ലടാ. ഓ, നിനക്ക് തോറ്റിട്ട് മടുക്കുന്നൊന്നുമില്ലടാ. ഞാൻ വരല് ഇവിടെ കൈ കണ്ടില്ലല്ലോ. അല്ല, ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയല്ലേ? അത് കണ്ടില്ല. അപ്പൊ ഓക്കെ, പറയൂ. തമിഴ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് വിജയിക്കും. ഓക്കെ ഓക്കെ. ഹെഡ് ടൈലാടാ പോട്ടാ. ഈ ടൈല് വന്നാൽ എപ്പോഴും തെറ്റിപ്പോകും. ടൈല് വന്നിട്ട് ഓക്കെ, ഫസ്റ്റ് വൺ. ഓക്കെ, തമിഴ് തന്നെ പിടിച്ചോ. തമിഴ് അടുത്തതിൽ വരാം കേട്ടോ. ഇതിപ്പോൾ ഒരു മലയാളം നമ്മൾ തുടങ്ങുമ്പോൾ ഒരു മധുരം കൊടുക്കണമല്ലോ. അത് ശരി. നരിവേട്ട ടൊവിനോ തോമസ് നായകനാവുന്ന സിനിമയാണ്. സുരാജ് വെഞ്ഞാമൂടും പിന്നെ ചേരനും പ്രധാന വേഷത്തിലെത്തുന്ന സിനിമ. നരിവേട്ട സിനിമയുടെ ഫസ്റ്റ് സിംഗിൾ ഇന്ന് വൈകിട്ട് 6 മണിക്ക് വരും. ജെയ്ക്സ് ബിജോയാണ് ഇതിൻ്റെ മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് അനുരാജ് മനോഹർ. സിനിമ റിലീസിനെത്തുന്നത് മെയ് 16 ആയിരിക്കും എന്നുള്ളതാണ് കേൾക്കുന്നത്. ഓക്കെ ഓക്കെ. മെയ് 16 മിക്കവാറും മാറാൻ ചാൻസ് ഉണ്ട്. കുറേ സിനിമകളായി മെയ് 16. അതിന് ടോവിനെ കിട്ടൂല വേണേ. അതെ, ഞങ്ങൾ മാറൂല, മറ്റുള്ളവർ മാറട്ടെ. അതല്ലേ ഹീറോയിസോ. ഓക്കെ, അടുത്തത് കുബേര സിനിമയുടെ ഫസ്റ്റ് സിംഗിൾ പ്രമോ വന്നിട്ടുണ്ടായിരുന്നു. ഒരു ഡാൻസ് ഐറ്റം ആണ്. കൊള്ളാം, നൈസ് ആയിട്ടുണ്ട് കേട്ടോ. കൊള്ളാം, രസമുണ്ട് അല്ലേ. DSPന്റെ മ്യൂസിക് എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് പേടിച്ചായിരുന്നു. പക്ഷെ ഇത് വലിയ കുഴപ്പമില്ല. ഫുള്ള് വരട്ടെ. ഫുള്ള് വരും പറയാം. ബാക്കി എന്തായാലും 20-ാം തീയതിയാണ് ഇതിന്റെ, അതായത് ജൂൺ 20 അല്ലേ? ജൂൺ 20 സിനിമ റിലീസിനെത്തുന്നത്. എന്നാ ഫസ്റ്റ് സിംഗിള്? ഫസ്റ്റ് സിംഗിള് 21-ാം തീയതി 20-ാം തീയതി. അത് മറന്നുപോയല്ലോ. അയ്യോ, ഫസ്റ്റ് സിംഗിൾ എന്നാലും 20-നല്ലേ? ഇന്നലെ പറഞ്ഞിട്ടുള്ളൂ, മറന്നുപോയി. 20-ാം തീയതിയാണ്, ഏപ്രിൽ 20. ഓക്കെ, അടുത്ത കിഴി കിങ്ഡം. വിജയ് ദേവാരകൊണ്ട നായകനാവുന്ന സിനിമയാണ്. തെലുങ്ക് മൂവിയാണ്. ഓക്കെ. കുബേര ചെറുക്കൻ ഒന്നടിച്ചിരിക്കുകയാണ്. അങ്ങനെയല്ലേ? കിങ്ഡം സിനിമയുടെ ഡബ്ബിങ് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ വിജയ് ദേവാരകൊണ്ടയുടെ ഒരു ഫോട്ടോ വന്നിട്ടുണ്ട്. ഇതാണ് മ്യൂസിക്. അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു പ്രതീക്ഷ. ഗൗതം എന്തോ ഊരി തിന്നാൻ വേണ്ടിട്ട് ഊരിയ ഗൗതം ഡയറക്ട് ചെയ്യുന്നത് കേട്ടോ. അടുത്തത് തുടരും. ഓക്കെ, സിനിമയുടെ പുതിയൊരു പോസ്റ്റർ വന്നിട്ടുണ്ട്. ലാലേട്ടനും ശോഭനയും. കൊള്ളാം, നൈസ് ആയിട്ട്. സാരി വാങ്ങിക്കാം. 25 സാരി മേടിക്കാൻ തോന്നുന്നു. ടെക്സ്റ്റൈൽസിലാണെന്ന്. 25-ാം തീയതിയാണ് സിനിമ റിലീസിനെത്തുന്നതെന്ന് പറഞ്ഞു. ഇതിന്റെ പ്രൊമോ വരാനുണ്ട്. പ്രൊമോ സോങ്, അതിനെക്കുറിച്ച് നമ്മുടെ MG ശ്രീകുമാർ പറഞ്ഞത്, അതായത് കിടിലൻ ഡാൻസ് നമ്പറുള്ള ഒരു സോങ് ആണെന്നുള്ളതാണ്. ഇന്നലെ ഒരു പ്രൊമോ വരുമെന്ന് പറഞ്ഞിട്ടൊരു ഫോട്ടോ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അത് AI ആണെന്നുള്ളതാണ് നമുക്ക് തോന്നി കേട്ടോ. ഒറിജിനൽ അല്ലല്ലോ. ഒറിജിനൽ ആണെന്ന് തോന്നുന്നില്ല. തരുൺ മൂർത്തി ഒരു പോസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെ. അത് ഐഡിയ കൊള്ളാം, പക്ഷെ ഇത് നമ്മുടേതല്ല എന്നുള്ളത്. ഓക്കെ, അത് ശരി കേട്ടോ. ഓക്കെ, അടുത്ത കിഴി റെട്രോ സിനിമയുടെ ബിഗ് അപ്ഡേറ്റ്. റെട്രോ സിനിമയുടെ കേരള ബുക്കിംഗ് തുടങ്ങുന്നത് 26-ാം തീയതി കേട്ടോ. ഓക്കെ, 26-ാം തീയതി അപ്പോൾ നമുക്ക് ബുക്ക് ചെയ്ത് തുടങ്ങാം. എന്തായാലും സിനിമ റിലീസിനെത്തുന്നത് മെയ് 1-നാണ്. കാർത്തിക് സുബ്രാജ് ആണ് ഈ സിനിമ ഒരുക്കുന്നത്. USA പ്രീമിയറിന്റെ ബുക്കിംഗ് ഇന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. റെട്രോ. ഓക്കെ, അടുത്തത് മനു അങ്കിൾ സിനിമയുടെ 4K മാസ്റ്റർ ചെയ്തിട്ട് വന്നിട്ടുണ്ട്. യൂട്യൂബിലുണ്ട് കേട്ടോ സിനിമ. തിയേറ്ററിലേക്ക് എത്തിയിട്ടില്ല. അത് നന്നായിട്ടോ അടുപ്പിച്ച് കുറെ എണ്ണം വന്നത്. എല്ലാം വരുന്നു, ബോട്ടി പോകുന്നു. എന്തായാലും ഗംഭീര സിനിമയാണ്. കുട്ടിക്കാലം ഗംഭീരമാക്കി. അതോ അന്നത്തെ ഇപ്പൊ പറയുകയാണെങ്കിൽ എല്ലാ നടന്മാരും ഒരുമിച്ച് വന്ന സിനിമ. ലാലേട്ടൻ കാമിയോ, മമ്മൂക്ക, സുരേഷ് ഗോപി, എല്ലാണ്. ആരൊക്കെയാണ്? എല്ലാരും ഉണ്ട്. അതായത് മലയാളത്തിലെ 3 എണ്ണം ഉണ്ടല്ലോ, ഏറ്റവും മുന്തിയ 3 എണ്ണം. 3 ഒരുമിച്ച് വന്ന സിനിമ. സത്യം. എന്തായാലും ഇവർക്ക് കോമ്പിനേഷൻ സീൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ പൊളിച്ചേ. അയ്യോ, എന്ത് മിന്നൽ പ്രതാപനം കണ്ടാ പോരെ, വേറെ എന്ത് വേണം? ഒരു ഐറ്റം സാധനം കേട്ടോ അത്. മിന്നൽ പ്രതാപൻ. ഓക്കെ, അടുത്ത കിഴി. അത് കിളി പോയായിരിക്കും ക്യാരക്ടർ. പകുതിയുള്ളൂ. പോലീസുകാരനായി പോയി. ഓക്കെ, അടുത്ത കിഴി ഹൃദയപൂർവ്വം സിനിമയുടെ ലൊക്കേഷൻ സ്റ്റില്ല്.
വന്നിട്ടുണ്ട്. ഓക്കെ. ബസ്സിൽ ആൾറെഡി ഇതിൻ്റെ ഷൂട്ട് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാളവികേൻ്റെ കൂടെ ഉള്ള ഒരു ലൊക്കേഷൻ സ്റ്റില്ലുണ്ട്. പിന്നെ അതിന് ശേഷം 36ാമത്തെ ദിവസം അല്ലേ, 38ാമത്തെ ദിവസം എന്താ ന്യൂ പോസ്റ്റർ അല്ല ന്യൂ ലൊക്കേഷൻ സ്റ്റില് അല്ലേ. ഇത് ഏറ്റവും കൂടുതൽ ലൊക്കേഷൻ സ്റ്റിൽസ് വന്ന സിനിമ ഇതാണെന്ന് തോന്നുന്നു. ഹൃദയപൂർവ്വം അത്രത്തോളം വരുന്നുണ്ട്. അല്ല ഏറ്റവും കൂടുതൽ ലൊക്കേഷൻ്റെ ഇത് വന്നിട്ടുള്ളത് മാർക്കോ. ഒരു വീഡിയോസും പോസ്റ്റർ കുറവായിരുന്നു, സ്റ്റിൽസ് കുറവായിരുന്നു, പക്ഷെ വീഡിയോസ് സാധനമായിരുന്നു. അത് ഒഫീഷ്യലായിട്ട് വരുന്നതാണ്, ഇതല്ലല്ലോ. അതൊരു സത്യം. അടുത്തത് തുടരും വീണ്ടും. അതാണ് തെറ്റിപ്പോയതല്ലേ, തുടരും ആൾറെഡി ഒന്ന് പറഞ്ഞാണല്ലോ. അതെ, തുടരും തന്നെ വീണ്ടും വീണ്ടും തുടരും തന്നെയാണ്. സിനിമയുടെ പ്രൊമോ സോങ് ഉടനെ തന്നെ വരും എന്നാണ് കേൾക്കുന്നത് കേട്ടോ. ഓക്കെ, അത് വേറെ രീതിയാണല്ലേ. അതായത് പ്രൊമോ സോങ്ങിനെ കുറിച്ച് MG ശ്രീകുമാർ പറഞ്ഞൊരു സംഭവം, അതാണ് ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അത് മറ്റേനകത്ത് പറഞ്ഞല്ലോ, ഇനിയിപ്പോ ഇത് പറയേണ്ട ആവശ്യമില്ലല്ലോ. സംഭവം അത്രേ ഉള്ളൂ. പ്രൊമോയില് ആള് ഇത് സംഭവം നടക്കൂല, അത് ലാലേട്ടൻ ഇങ്ങനത്തെ ഒരു പരിപാടിക്ക് ഇറങ്ങാത്തതാണ്. അപ്പോൾ കുറെ നാളുകളായിട്ട്, കുറെ കാലങ്ങൾക്ക് ശേഷം ലാലേട്ടൻ ഇങ്ങോട്ട് വരണല്ലോ, നമുക്കത് ചെയ്യാം, ഷൂട്ട് ചെയ്യാം. ഈ സോങ് കേട്ടപ്പം ലാലേട്ടൻ പറഞ്ഞു എന്ന് പറഞ്ഞ് ഇഷ്ടപ്പെട്ടു, അത് ചെയ്യണം എന്ന്. അപ്പം MG ശ്രീകുമാർ പറഞ്ഞെന്ന് പറഞ്ഞു എനിക്കൊരു സൈഡിൽ കൂടെ ഒരു റോള് വേണമെന്ന്. അതിന് ശേഷം അതായത് ആള് ലാലേട്ടൻ വരാന്ന് പറഞ്ഞു. അങ്ങനെ ഇത് പ്രത്യേകിച്ച് ഇത് ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ ഇത് ശോഭന കേൾക്കുന്നുണ്ടായിരുന്നു പറഞ്ഞു. അപ്പോൾ ശോഭന പറഞ്ഞു ഞാനും വരാം. ശോഭനയൊക്കെ പറഞ്ഞു. അപ്പോൾ കൊള്ളാം, പരിപാടി വലുതാകണല്ലോ, കളറാകുവാണല്ലോ. അപ്പോൾ പാടുന്ന ആള് MG ശ്രീകുമാറാണ്. അപ്പോൾ ആള് എന്നാ ഞാനും ഒരു സീനിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ 1-2 സീനിലൊക്കെ കാണിച്ചു പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ആള് തുടങ്ങി കഴിഞ്ഞതിന് ശേഷം ലാലേട്ടന്റെ എനർജീനെ പറ്റിയൊക്കെയാണ് പറയുന്നത്, ഡാൻസിന്റെ കാര്യങ്ങളും. ആളുടെ ഈ ഇതില് അഴിഞ്ഞാടിയിട്ടേ വേറെ ലെവൽ പരിപാടിയാണെന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. MG ശ്രീകുമാർ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം കേട്ടോ. അതുമല്ല, ലാലേട്ടന്റെ ഒരു ഡാൻസ് കണ്ടിട്ട് കുറച്ച് നാളായി. അത് ഇങ്ങനത്തെ ഐറ്റം സോങ് ആണെന്നാണ് പറയുന്നത്. അങ്ങനത്തെ ഒരു സോങ്ങിന് വേൽമുരുകനൊക്കെ പോലെ അല്ലെങ്കിൽ 6-ാം നമ്പറാനല്ല മറ്റേ. അപ്പൊ എന്തുകൊണ്ട് ഇത് സംഭവം ഐഡിയ കൊള്ളാം, പക്ഷെ ഇത് നമ്മുടെ പരിപാടി അല്ലാന്ന് തരുൺമൂർത്തി പറഞ്ഞു. അതെന്താണോ അത് മിക്കവാറും പ്രൊമോ സോങ് ആയിട്ട് വരൂല എന്ന് തന്നെയായിരിക്കും തരുൺമൂർത്തി ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഇത് സിനിമയിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത് ഇപ്പൊ MG ശ്രീകുമാർ പറഞ്ഞത്. അതായത് ഇത് പ്രൊമോ സോങ് ആയിട്ട് പുറത്തു വിടാതെ സിനിമയിലെ തന്നെ ഒരു സീനാക്കി അല്ലെങ്കിൽ ഒരു സോങ് ആയിട്ട് ഇതെങ്ങനെ ഉൾപ്പെടുത്തും എന്നാണ് ഇപ്പൊ അവർ ചിന്തിക്കുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പൊ മേ ബി അങ്ങനെയായിരിക്കും ഉദ്ദേശം. പക്ഷെ എന്നാൽ ഇത് ശരിക്കും പ്രൊമോ ആയിട്ട് ലാസ്റ്റ് ഇട്ടാൽ മതി സിനിമ കഴിഞ്ഞിട്ടേ. എന്നാലും എങ്ങനെയാ ചെയ്യാൻ ഒരു ഉദ്ദേശിക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടല്ലോ. എന്താണെങ്കിലും ആ ഒരു ഉള്ളിൽ ആ സാധനം കിടക്കുന്നോണ്ടായിരിക്കും ചിലപ്പോൾ തരുൺമൂർത്തി അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുന്നത്. അതായത് പ്രൊമോ സോങ് ആയിട്ട് വിടുന്നില്ല മക്കളെ, ഇത് നമ്മുടെ പരിപാടിയല്ല, നമ്മളത് സിനിമയിൽ തന്നെ ചേർക്കാനുള്ള ഒരു അറിഞ്ഞുകൂടാ. ഒരു ദിവസത്തെ ഷൂട്ട് ഒത്തിരി അങ്ങ് മാറ്റിയാൽ പോലെ. ഓക്കെ, അടുത്ത കിഴി GBU ഗുഡ് ബാഡ് അഗ്ലി സിനിമയുടെ തമിഴ്നാട് കളക്ഷൻ 100 കോടി പിന്നിട്ടോ. എവ്വളോ 100 കോടി, അതും ഒരു മാഷം സിനിമ വെച്ചിട്ട്. എനിക്കത് കാണുമ്പോൾ തോന്നി, ഇതിനെക്കുറിച്ച് ഇങ്ങനെ വാഴ്ത്തി പാടുന്നുണ്ടല്ലോ. അപ്പോൾ ഇവർക്കൊക്കെ ഈ ഇങ്ങനെ സിനിമ ചെയ്യാൻ പറ്റിയത് എന്തുകൊണ്ടാണ്? ആയ കാലത്ത് ഒരുപാട് നല്ല സിനിമ ചെയ്തുകൊണ്ട്. അപ്പോൾ അന്നൊക്കെ ഇതുപോലെ തന്നെ, അതായത് ഇങ്ങനത്തെ സിനിമകൾ വന്നത് കൊണ്ടാണല്ലോ ഇപ്പം ഇങ്ങനെ സാധനം ചെയ്യാൻ പറ്റിയത്. എനിക്ക് അന്ന് ഇതേ ആൾക്കാർ ഇതേ മൈൻഡിൽ അന്ന് ഇങ്ങനെ ഇതേപോലെ മാഷ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവരെ എവിടെ പോയി ചെയ്യും, പെട്ടുപോയതിന്. എന്താണെങ്കിലും കളക്ഷൻ അടിച്ചു കയറുന്നുണ്ട്. അതെ, എന്തായാലും പ്രിയ പി വാര്യർ ട്രെൻഡിങ് ഡാൻസ്. അടുത്തത് രാഹുൽ സദാശിവൻ പ്രണവ് മോഹൻലാൽ മൂവി. സിനിമയുടെ ഷൂട്ട് ഈ മാസം തീരുമെന്നാണ് കേട്ടത്. ഞെട്ടിച്ചു, അത്ഭുതം. പെട്ടെന്ന് പരിപാടി കഴിഞ്ഞ മാസം കൊണ്ടാണ് തുടങ്ങിയത്, ലാസ്റ്റ് കൊണ്ട്. പിന്നെ രാഹുൽ സദാശിവന്റെ ഒരു പ്രത്യേകതയാണ്, 40 ദിവസമാണെങ്കിൽ 40 ദിവസം കറക്റ്റ് തീരും, അതിനുള്ളിൽ തീർക്കും. നല്ല പ്രൊഡ്യൂസർമാർക്ക് നല്ല സുഖമാണ്. പറഞ്ഞ ടൈമിൽ പരിപാടി തീർത്തിട്ട് പോവാന്ന് പറഞ്ഞല്ലേ. പക്ഷെ നല്ല ഒട്ടും വരും. അതാണ് എന്തായാലും പ്രണവ് മോഹൻലാലിന്റെ നല്ലൊരു സിനിമ തന്നെ ആവട്ടെ, ആളുടെ നല്ല അഭിനയം കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെ ആവട്ടെ അല്ലേ, അങ്ങനെ പ്രതീക്ഷ ഉണ്ട്. ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള ജോണറിൽ, അതായത് ഹൊറർ തന്നെയാണ്, പക്ഷെ അതിലൊരു പ്രത്യേക ബുദ്ധിമുട്ടുണ്ടെന്നുള്ളതാണ് കേട്ടത്. വെറൈറ്റി കൊണ്ടുവരും. അതായത് ചെറിയൊരു സൂചന കൊടുക്കണോ? വേണ്ടേ, കൊടുക്കണ്ട. നമ്മുടെ കൊടുക്കണ്ട ഞാൻ പറയുന്ന കേട്ടോ, കൊടുക്കണ്ട. അത് ഇത്ര പോകുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാവില്ലേ, എന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒരു കത്തിയൊക്കെ പിടിച്ചിട്ട് നമ്മൾ പണ്ട് പേടിച്ചിരുന്ന അങ്ങനത്തെ ടൈപ്പ് അത്ര പറയണം. അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടെന്നാണ് കേട്ടത്. അതറിയണം.
ഓക്കെ അടുത്ത കിഴി. ഓക്കെ അപ്പോൾ അതെന്താ കട്ട് ചെയ്യണോ? ഉണ്ടല്ലോ. എന്താടാ പറഞ്ഞത് കട്ട് ചെയ്യണ്ട, അവിടെ നോട്ടെ. ഓക്കെ, അടുത്ത കിഴി കാണട്ടെ എല്ലാരും. അല്ലെങ്കിൽ ഞാൻ ഒറ്റക്ക് വാങ്ങുന്നത്. ഇപ്പൊ നീ കട്ട് ചെയ്യണ്ടെന്ന് പറഞ്ഞു. അതിപ്പോ എന്തായാലും നീ ഒറ്റയ്ക്കായിരിക്കുമല്ലോ, എന്തായാലും ഞാനും വരും. നീ എന്ത് വിളിച്ചു പറഞ്ഞാലും അതിന് ആരും കൂടി കേൾക്കണല്ലോ. ഓക്കെ, അല്ലു അർജുൻ നെക്സ്റ്റ്. അത് അറ്റ്ലി മൂവി തന്നെയാണ്. Yes. അപ്പോൾ ഈ ത്രിവിക്രമമായിട്ടുള്ളൊരു സിനിമ ഉണ്ടായിരുന്നല്ലോ, ആ സിനിമ മിക്കവാറും ഡ്രോപ്പ് ആവും. അങ്ങനെയാണ് കേൾക്കുന്നത് കേട്ടോ. അപ്പോൾ ചെറിയ എന്തോ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. യെസ്. അപ്പോൾ നമ്മൾ അതും കാത്തിരിക്കണ്ട. എന്താണ് എന്തായാലും വേറെ അനൗൺസ്മെന്റ് ഒക്കെ വന്ന സ്ഥിതിക്ക് അത് തന്നെയായിരിക്കും ഫസ്റ്റ് തുടങ്ങുന്നത്. അതും അനൗൺസ്മെന്റ് വന്നല്ലേ? അതിന്റെ അനൗൺസ്മെന്റ് പോസ്റ്റർ ഒന്നും അങ്ങനെയൊന്നും വന്നില്ലല്ലോ, ജസ്റ്റ് ഇതായിട്ടല്ലേ വന്നിട്ടുള്ളൂ. ഇല്ലേ, അനൗൺസ്മെന്റ് ഒന്നും വന്നില്ല. അത് അവർ ചെയ്യും എന്നുള്ള ന്യൂസുകൾ മാത്രം വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അടുത്തത് അതായത് വന്നിരുന്നത് ഇതാണ്, അതായത് കാർത്തികേയ എന്ന ക്യാരക്ടർ. അതെ, അത് ചെയ്യുന്ന അതാണ് ക്യാരക്ടർ എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതൊരു പീരിയോഡിക് ഡ്രാമ, മിത്തോളജിക്കൽ എന്തൊക്കെയോ ജോണറുണ്ട്, കുറേ സംഭവങ്ങളുണ്ട്, ഫിക്ഷനും ഒക്കെ കൂടി എല്ലാം കൂടിയിട്ടുള്ളതായിരുന്നു. പക്ഷെ അതെന്തായാലും ഇല്ല. അടുത്തത് ആലപ്പുഴ ജിംഖാന. ഓക്കെ. സിനിമയുടെ GCC അഡ്മിൻസ് 103K കഴിഞ്ഞു കേട്ടോ. GCCയിൽ പോകുന്നത് വിളയാട്ടാണ് ജിംഖാന കേട്ടോ. 5 ദിവസം കൊണ്ടാണ് 103 അഡ്മിൻസ്. GCCയിൽ മാത്രം. ഓക്കെ, ഓവർസീസ് മൊത്തമല്ല, GCC മാത്രം. ചിന്തിക്കണം. ഓക്കെ, അടുത്ത കിഴി പടക്കുതിര. പടക്കുതിര സിനിമയുടെ റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തിനാണ് എന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ DOP നമ്മുടെ സുഹൃത്താണ് ജിജു സണി. ആളാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതായത് ആളുടെ ക്യാമറയിൽ തെളിഞ്ഞു വന്ന ഒരു നടനാണ് ഇത്. അവിടെ തന്നെ ഇരുന്നു പോയി, വീണ്ടും ഒരു വളർച്ചയില്ല. പ്രശ്നം വന്നെന്താ? സംവിധായകൻ മോശമായിരുന്നു. അതാണ്, അത് സത്യം. അത് വളരെ കൃത്യമായിട്ടുള്ള ഒരു നിരീക്ഷണമാണ്. ഈ സംവിധായകന് വളർന്നിട്ടില്ല, എന്താ കാര്യം? അവിടെ തന്നെ ഇരുന്നു. നായകൻ മോശമായിരുന്നു. അത് നായകൻ അടിപൊളിയായിരുന്നു, പക്ഷെ സംവിധായകൻ അത്ര അങ്ങോട്ട് എത്താൻ പറ്റിയില്ല. അതാണ് നായകനെ യൂസ് ചെയ്യാൻ പറ്റിയില്ല സംവിധായകൻ. ഓക്കെ, എന്തായാലും പടക്കുതിര സിനിമയുടെ റിലീസ് ഡേറ്റ് ഏപ്രിൽ 24 സിനിമ തിയേറ്ററിലേക്ക് എത്തും. അജു വർഗീസ്, പിന്നെ ജോമോൻ ജ്യോതിർ, പിന്നെ എല്ലാവരും ഉണ്ട്, സജ, ഇവരൊക്കെയാണ് പ്രധാന വേഷത്തിലെത്തുന്നത് കേട്ടോ. എന്തായാലും ആ സംവിധായകനെ കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക് ഒരു വാക്ക് കൂടി പറയണമല്ലോ. സംവിധായകൻ യൂട്ടിലൈസ് ചെയ്യാൻ മാക്സിമം നോക്കിയിട്ട് ഒരു സാധനം പെട്ടിയിലിരിപ്പുണ്ട്, തുടങ്ങിയിട്ടുള്ളൂ. കൊണ്ടുപോയിട്ട് മനുഷ്യനെ കൊണ്ട് ചെയ്യിപ്പിക്കാത്ത പണി വളർത്തി. അതിന്റെ ഇടയിൽ തലവേദന പറഞ്ഞ നീ മുടി ഇട്ടാൻ പോയിട്ട് ഇനി അതില് നിന്നോ? അത് നമുക്ക് വേറെ ആളെ ചെയ്യടാ, നീ കഴിവുള്ളവരെ വെച്ചിട്ട്. അതാ കഴിവുള്ള സംവിധായകനും വേണ്ടി വരും അത് ചെയ്ത് തീർക്കണമെങ്കിൽ. അതാണ് പ്രശ്നം. ഓക്കെ, അപ്പൊ എന്തായാലും കിരി എപ്പിസോഡോട് തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. സംഭവം ഞാൻ ജയിച്ചു, അതോ നീ അറിഞ്ഞായിരുന്നോ? അതൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ കഴിഞ്ഞോ? ഏതൊക്കെയായിരുന്നു? റെട്രോ, GBU. ശരിയാ. ഒന്നുകൂടി ചോദിക്കണോ? എന്ത്? തോറ്റു മതിയാവില്ലടാ. ഞാൻ എന്നും ചോദിക്കാറുള്ളത്. ഇതെന്ത് സ്പെഷ്യലായിട്ട് ചോദിക്കേണ്ട ആവശ്യമില്ല, ഡെയിലി ചോദിക്കും. തോൽവിയോ? പക്ഷെ ജയിച്ചു നീയാ. ലാസ്റ്റ് ഇരുത്തി കളഞ്ഞു. അതെന്തായാലും ഇരുത്തുമല്ലോ. അങ്ങോട്ട് കൊടുക്കുക വാങ്ങുക, അതാണല്ലോ നമ്മുടെ ഒരു പോളിസി. അതാണല്ലോ. പക്ഷെ എനിക്ക് പുനർചിന്ത ഉണ്ടായി, നല്ല കാര്യം ഉണ്ടായിനോ ഈ ചങ്ങായിനെ വലിച്ച് അതിലേക്ക് കൊണ്ടുവന്നു. അതിന് മര്യാദക്ക് ആൾക്കാരുണ്ട്. അതാണ് വെറുതെ എത്ര പേരായാലും നടപ്പുണ്ടായിരുന്നത്. അതും ഇങ്ങനെ ക്യാരംസും കളിച്ചിരിക്കും. അപ്പൊ നിന്റെ കണ്ണ് ചലിക്കുന്ന രീതി സൂപ്പർ. എന്തൊക്കെയാണെന്നറിയോ? ക്യാരക്ടറിന് നീ ചേരും. പിന്നെ അടുത്തത് ഒരു ദിവസം സത്യമായിട്ട് പറയണം, ഒരു ദിവസം 5 മണിക്ക് നമ്മൾ ക്യാരംസ് കളിക്കാൻ വേണ്ടി ഇരിക്കുക. 8 മണി വരെ തന്നെ ചെവിയുടെ മൂലയ്ക്ക് വന്നിട്ട് കളിക്കാനും പറ്റുന്നില്ല. അവസാനം അങ്ങനെയാണ് ശരി ചെയ്യാം എന്ന് പറഞ്ഞത്. ഞാൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാലെങ്കിലും ചിലപ്പം കുറച്ച് നാളത്തേക്കെങ്കിലും ഒഴിവാക്കുന്നു വിചാരിച്ചു. എവിടെ നിന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇത് അവിടെ പ്രാക്ടീസ് ചെയ്യണമെന്ന്. പിന്നെ പ്രാക്ടീസൊക്കെ നമുക്ക് സിമ്പിൾ ആയിരുന്നത് കൊണ്ട് നമ്മൾ 3-ാമത്തെ ദിവസം ഷൂട്ട് ചെയ്തു. അപ്പൊ എന്തായാലും പോട്ടെ.